ലോകം വളരെ ചെറുതാണ് എന്ന് ഈ വേദിയിൽ സദസ്സിലിരുന്ന് നമുക്ക് തോന്നുകയാണ്. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ സഹായിക്കാൻ മാത്രം തീരുമാനിച്ചാൽ മതി, ലോകത്ത് പിന്നീട് ഒരു യുദ്ധവും ഉണ്ടാവില്ലെന്നും പട്ടിണി ഉണ്ടാവില്ലെന്നുള്ള ഏറ്റവും മനോഹരമായ ഒരു സങ്കല്പത്തെ വളരെ ചെറുതാക്കിക്കൊണ്ട്, എന്ത് ചെറുതാണല്ലേ, നമ്മൾ ജീവിക്കുന്നത് വലിയ പ്രയാസങ്ങളുടെ ഒരു സമയത്താണ്, യുദ്ധങ്ങളുടെ വാർത്തകൾ ഒട്ടുമേ ഒടുങ്ങാത്ത ഒരു സമയത്താണ്. KMCC എന്ന വാക്കിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കുന്നത് പ്രവാസികളുടെ വിയർപ്പ് കൂടിയാണ്. അത് കോയമ്പത്തൂരിലായാലും ബഹ്റൈനിലായാലും യൂറോപ്പിലായാലും ഒക്കെ അതെ, KMCC നമുക്ക് പ്രവാസികളുടെ വിയർപ്പിൻ്റെയും അധ്വാനത്തിൻ്റെയും കൂടി പേരാണ്. ആ പ്രവാസികൾ ഒന്നാകെ ഗൾഫ് രാജ്യങ്ങൾ പ്രത്യേകിച്ചും വലിയൊരു യുദ്ധഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ സംസാരിക്കുന്നത്. ആ യുദ്ധഭീഷണി യഥാർത്ഥത്തിൽ നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള വലിയ സംശയങ്ങൾക്ക് കൂടി നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്. നമ്മൾ ജീവിക്കുന്ന എല്ലാ ആഡംബരങ്ങൾക്കും അപ്പുറത്ത്, നമ്മൾ ജീവിക്കുന്ന എല്ലാ സുഖ സൗകര്യങ്ങൾക്കും അപ്പുറത്തേക്ക് ഒരു ഭയത്തിൻ്റെ നിഴൽപ്പാട് നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ആ സംശയങ്ങൾ, ഭയം കൊണ്ടുവന്നിട്ടുണ്ട് എന്നതിൽ തെറ്റൊന്നുമില്ല. അവിടെ നിന്നുകൊണ്ടൊരു മനുഷ്യൻ കോയമ്പത്തൂരിലെ KMCCയുടെ പരിപാടിയിൽ പറയുകയാണ്, ലോകം വളരെ ചെറുതാണ്, ഈ ലോകരാഷ്ട്രങ്ങൾ തമ്മിൽ ഒരു ഐക്യം ഉണ്ടാവുക എന്നുള്ളതൊന്നുമല്ല, മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാൻ മാത്രം തീരുമാനിച്ചാൽ മതി, യുദ്ധം ഒടുങ്ങുമെന്നും സമാധാനം ഉണ്ടാവുമെന്നും. അങ്ങനെ മനുഷ്യർ സഹായിക്കാൻ തീരുമാനിച്ചതിൻ്റെ ഫലമായി തന്നെ ഉണ്ടായ ഒരു സംഘടനയാണ് യഥാർത്ഥത്തിൽ KMCC എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്കൊന്നും അതിൻ്റെ ആവശ്യമില്ല. നമ്മളെല്ലാവരും, നിങ്ങളും ഞാനും എല്ലാവരും തൊഴിലെടുക്കുന്ന മനുഷ്യരാണ്. നമ്മൾ തൊഴിലെടുക്കുന്ന എന്തിനാ? അന്നന്ന് ഭക്ഷണം കഴിക്കാനാണ്, നന്നായി ജീവിക്കാനാണ്, ഏറ്റവും മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാവാനാണ്. ആ മെച്ചപ്പെട്ട ജീവിതം എനിക്കും എൻ്റെ കുടുംബത്തിനും മാത്രം മതി എന്ന തോന്നലിൽ നിന്ന് മാറി, അല്ല, ഞാൻ സാമൂഹ്യ ജീവിയാകുന്ന ഒരു മനുഷ്യനാവുന്നു, എൻ്റെ ചുറ്റിലുള്ള എല്ലാ മനുഷ്യരിലേക്കും എൻ്റെ അധ്വാന ഫലം അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ എന്തെങ്കിലും ഒരു കരുണ അവിടെ എത്തിച്ചേർന്നാൽ മാത്രമേ എൻ്റെ ജീവിതം പൂർത്തിയാവൂ എന്ന സഹായിക്കാനുള്ള അല്ലെങ്കിൽ രസമുള്ളൊരു മനസ്സിൽ നിന്നാണ് യഥാർത്ഥത്തിൽ KMCC ആണെങ്കിലും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടനയാണ്. ഇങ്ങനെ അടക്കമുള്ള എല്ലാ രാഷ്ട്രീയ സാമൂഹിക കൂട്ടായ്മകളും ഉണ്ടാവുന്നത് അതുകൊണ്ടാണ്. കൂട്ടായ്മകൾ ഉണ്ടാവുന്നത് അപരനു വേണ്ടിയുള്ള കരുതലിൽ നിന്നുകൊണ്ട് മാത്രമാണ്. ആ കരുതലില്ല എങ്കിൽ മറ്റൊരു കൂട്ടായ്മയും ഉണ്ടാവേണ്ട ആവശ്യമില്ല. ആ കൂട്ടായ്മകൾ വളരെ നന്നായി ഈ നാടിനെ ഡിസൈൻ ചെയ്യുന്ന, രൂപീകരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ. അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് ഇന്ന് ഇവിടെ ഒരു ആംബുലൻസ് കൈമാറപ്പെടുന്നതും പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മുടെ ഇടയിൽ കുറച്ചുകൂടി സജീവമാക്കാൻ വേണ്ടി അത്തരത്തിലൊരു ആശയം മുന്നോട്ട് വെക്കുന്നതും. മറ്റാരും ചർച്ച ചെയ്യാത്ത അല്ലെങ്കിൽ മറ്റാരും അനുവദിക്കാത്ത അജണ്ടകൾക്കും അപ്പുറത്ത് നമുക്ക് ജീവിതവും സൗഹൃദവും ഉണ്ട്. മനുഷ്യരെ ഭിന്നിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ നാട് ഭരിക്കുന്ന കാലത്ത് ഭിന്നിപ്പല്ല ഞങ്ങളുടെ ഉള്ളിലുള്ളത് എന്നും പകരം അത് സ്നേഹമാണ്, സ്ഥായിയായിട്ടുള്ളൊരു സ്നേഹമാണ്. മതത്തിനപ്പുറത്ത്, ജാതിക്കപ്പുറത്തേക്ക്, നമ്മൾ ധരിക്കുന്ന വേഷത്തിനപ്പുറത്തേക്കൊക്കെ നമ്മുടെ ഉള്ളിലുള്ള സ്നേഹമാണ്. ഏത് ദൈവവും പറയുന്നത് അതാണ് എന്ന് ബഹുമാനപ്പെട്ട ബിഷപ്പ് ഇവിടെ ആദ്യം സൂചിപ്പിക്കുകയുണ്ടായി. നിങ്ങളുടെ അയൽവാസി പട്ടിണി കിടക്കുന്നവരാവാതിരിക്കുക എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യയശാസ്ത്രം എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അതെ, അയൽവാസികൾ, സുഹൃത്തുക്കൾ പട്ടിണി കിടക്കാതിരിക്കുന്ന ഒരു നാളെയാണ് നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. നമ്മുടെ കൂടെയുള്ള എല്ലാ മനുഷ്യരിലേക്കും അവരാവശ്യപ്പെടുന്ന സമയത്ത് സഹായം എത്തിക്കാൻ പറ്റുന്ന മനുഷ്യരായിരിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഉള്ളിലെ ധാർമ്മികത എന്ന് പറയുന്നത്. ആ ധാർമ്മികതയ്ക്കും ആ രാഷ്ട്രീയത്തിനും ശക്തി പകർന്നുകൊണ്ട് എല്ലാ കാലത്തും KMCC ഉണ്ടാവും, നമ്മളെല്ലാവരെയും കൂട്ടിപ്പിടിക്കാൻ എന്ന പ്രത്യാശ മാത്രം പങ്കുവെച്ചുകൊണ്ട് വളരെ മനോഹരമായി സംഘടിപ്പിക്കപ്പെട്ട വേദിയാണ്. നമ്മുടെ സമയവും വളരെ പരിമിതമാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ സ്നേഹാന്വേഷണങ്ങൾ മാത്രം പങ്കുവെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഏവർക്കും നന്ദി. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും.